കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വലിയൊരു ദുരന്തമുണ്ടായി. ചെറിയ ദുരന്തമല്ല, വലിയ ദുരന്തം. ഒന്നും രണ്ടും പേരല്ല, 40ഓളം ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയി. മരണപ്പെട്ടവരിൽ കൊച്ചുകുട്ടികളുണ്ട്. 1-1.5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെ 40ഓളം വരുന്ന ആളുകളാണ് ആ ദുരന്തത്തിൽ പിടഞ്ഞു വീണത്. മണിക്കൂറുകളോളം തിക്കിലും തിരക്കിലും പെട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ നിർജ്ജലീകരണം സംഭവിച്ച ശ്വാസം മുട്ടിയാണ് ആ 40 പേര് മരണപ്പെട്ടത്. 100 കണക്കിന് ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇപ്പോഴുള്ള കണക്കാണ് ഈ 40 എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. തമിഴ്നാട്ടിലെ കരൂരിൽ സംഭവിച്ച ആ ദുരന്തത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സിനിമാ നടന്മാരുമൊക്കെ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അനുശോചനം അറിയിച്ചു വരുന്നുണ്ട്. അതിൽ നിന്നും ആ ദുരന്തം എത്രത്തോളം വലിയ ദുരന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഈ ഒരു ദുരന്തത്തിന് കാരണമാരാണ്. നിസ്സംശയം പറയാൻ കഴിയും. അതിലൊന്ന് തമിഴ്നാട്ടിലെ വിജയ് എന്നറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ. മറ്റൊന്ന് ആ വിജയെ കാണുവാൻ വേണ്ടി അവിടേക്ക് തടിച്ചുകൂടിയ ഇതുവരെയും നേരം വെളുക്കാത്ത കുറെ തമിഴന്മാരായ മനുഷ്യർ. വിജയ് എന്ന് പറയുന്ന സിനിമാ നടൻ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ടിവിക്ക്, അതായത് തമിഴക വെട്രി കഴകമെന്നാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. അതിന്റെ ഭാഗമായിട്ട് വിജയ് ഒരുപാട് പരിപാടികൾ തമിഴ്നാട്ടിലുടനീളം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. വലിയ വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. സമ്മേളനങ്ങൾക്ക് വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. പല പരിപാടികളിലും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനെതിരെ വിജയ് ശക്തമായി പല ആരോപണങ്ങളും ഉന്നയിച്ചു. 2026 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ്. പക്ഷേ സിനിമ വേറെ, രാഷ്ട്രീയം വേറെ, യഥാർത്ഥ ജീവിതം വേറെ, സിനിമാ ജീവിതം വേറെ എന്നുള്ള ആ ഒരു ചിന്ത വിജയ് എന്ന് പറയുന്ന നടന് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. സിനിമയിൽ BGM ഒക്കെ ഇട്ട് മാസ് ഡയലോഗ് അടിക്കാൻ പറ്റും. 100 കണക്കിന് വരുന്ന വില്ലന്മാരെ ഒറ്റയടിക്ക് ഇടിച്ചിടാനും സാധിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല. അതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വിജയ്ക്കും സംഭവിച്ചത്. വിജയ് എന്ന് പറയുന്ന ഒരു നടൻ കാരണത്താൽ അവിടെ 40ഓളം ആളുകളാണ് മരണപ്പെട്ടുപോയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയുടെ പാർട്ടി തമിഴ്നാട്ടിലുടനീളം പല സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ബസ്സിന് മുകളിൽ കയറി പല പരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചു വരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിജയ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ ഇത്തരമൊരു പരിപാടിയുടെ ഭാഗമായി എത്തിയത്. ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഏകദേശം ഉച്ചയോടുകൂടിയാണ്. പക്ഷേ അവിടേക്ക് രാവിലെ തന്നെ ആളുകൾ ഒഴുകിയെത്തി. ഉച്ചയായപ്പോഴേക്കും ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞു. വൈകുന്നേരമായിട്ടും ഇതുവരെയും കാണുന്നില്ല. അതിനുശേഷം പിന്നെയും സമയം ഒരുപാട് താമസിച്ച് ഏകദേശം 7 മണിയോടുകൂടിയാണ് വിജയ് അവിടേക്ക് എത്തിയത്. രാവിലെയും ഉച്ചയ്ക്കുമായി വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അവിടെ തിങ്ങി നിറഞ്ഞിരുന്ന ആ മനുഷ്യർക്കിടയിലേക്ക് വിജയ് എത്തുമ്പോൾ അവിടെ വീണ്ടും തിക്കും തിരക്കും കൂടുകയാണ്. സ്വാഭാവികമെന്നോണം അവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും വിജയ് എന്ന് പറയുന്ന നടന് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അവസാനം ആ തിക്കിലും തിരക്കിലും പെട്ട് 40ഓളം ആളുകൾ മരണപ്പെട്ടു പോകുന്നു. അതിൽ ഏറ്റവും കൂടുതലും സങ്കടകരമായ കാര്യം പിഞ്ചു കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളൊക്കെയാണ്. 10,000 ആളുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി. പക്ഷെ അവിടേക്ക് എത്തിയത് 40,000, 50,000, 60,000-ഓളം വരുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമെന്നോണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടാകുന്ന തിക്കും തിരക്കും എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. ആ ദുരന്തത്തിന് ശേഷം ആ റോഡുകളിൽ, തെരുവുകളിൽ ചെരുപ്പുകൾ ഇങ്ങനെ നിറഞ്ഞു കുമിഞ്ഞു കിടക്കുകയാണ്. അത് നമ്മളെ ആ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരും. അത്തരത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് വിജയ് എന്ന് പറയുന്ന ഈ സിനിമാ നടൻ 2-3 കുപ്പി വെള്ളം ഇങ്ങനെ എടുത്തെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലേശം വിവരമുണ്ടായിരുന്നുവെങ്കിൽ, ലേശം ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരമൊരു പരിപാടി വിജയ് അവിടെ ചെയ്യുമായിരുന്നില്ല. രാവിലെ മുതൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന 10,000 കണക്കിന് വരുന്ന ജനങ്ങൾക്കിടയിലേക്ക് 2-3 കുപ്പി വെള്ളം എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി ആ അപകടത്തിന്റെ ആഘാതം വീണ്ടും കൂട്ടുകയാണ്. പിന്നെ ഈ ദുരന്തത്തിന് കാരണക്കാരായ അവിടെ കൂടി നിന്ന ജനങ്ങൾ തന്നെയാണ്. അവർ തന്നെയാണ് ആ ദുരന്തം സ്വയം വിളിച്ചു വരുത്തിയത്. ഇതുവരെയും നേരം വെളുക്കാത്ത, ബുദ്ധി ഉദിക്കാത്ത കുറെ തമിഴ് മനുഷ്യർ. എല്ലാ തമിഴന്മാരും അങ്ങനെയല്ല. വിവരവും വിദ്യാഭ്യാസവും കൊണ്ട് ലോകത്തിന് നിറകയിലേക്ക് ഉയർന്ന, തമിഴ്നാടിന്റെ യശസ് ഉയർത്തിയ ഒരുപാട് തമിഴന്മാർ തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഗൂഗിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുന്ദർ പിച്ചൈ, അതോടൊപ്പം ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന് വലിയ രീതിയിൽ നേട്ടം കൊണ്ടുവന്ന ഒരു പയ്യനും തമിഴ്നാട് സ്വദേശിയായിരുന്നു. അത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസമുള്ള അത്തരം തമിഴ് ജനതകൾക്കിടയിൽ ഇതുപോലെ നേരം വെളുക്കാത്ത കുറേ എണ്ണം സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തായി മാറുന്ന, അവർക്ക് വേണ്ടി ജീവനും ജീവിതവും കൊടുക്കാൻ തയ്യാറാകുന്ന ഇതുവരെയും നേരം വെളുക്കാത്ത വിഡ്ഢികളായ കുറെ തമിഴ് ജനത. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഒരുപക്ഷെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന, ജീവിതം കൊടുക്കുന്ന
ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യരാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും അവർക്ക് വേണ്ടി അമ്പലം പണിയാനും വരെ ആ ജനത തയ്യാറാണ്. അത്തരത്തിലാണ് തമിഴ്നാട്ടിലെ വിജയെയും അവർ കാണുന്നത്. നിങ്ങൾ നോക്കൂ, TVK എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും കാണുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ്. എന്നാൽ അവിടേക്ക് തടിച്ചുകൂടുന്ന ആളുകൾ എല്ലാവരും ആ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും. അതിലധികവും വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് തടിച്ചുകൂടുന്നത്. അതിനുവേണ്ടി എത്ര തിക്കും തിരക്കും കൂട്ടാനും അവർ തയ്യാറാണ്. മണിക്കൂറോളം കാത്തുനിൽക്കാൻ അവർ തയ്യാറാണ്. വിജയ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ഒരു പരിപാടിക്കായി വിമാനത്തിൽ വരുന്നു, AC കാറിൽ സഞ്ചരിക്കുന്നു, AC ബസ്സിൽ സഞ്ചരിക്കുന്നു, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും. പക്ഷെ ആ മനുഷ്യരാകട്ടെ അവിടെ നട്ടുച്ചയ്ക്ക് വെയിലത്ത് തിങ്ങി നിറഞ്ഞ് പ്രയാസം അനുഭവിക്കുന്നു. നിങ്ങൾ നോക്കൂ, കൊച്ചു കുട്ടികളെയും കൊണ്ടാണ് ആ പരിപാടിയിലേക്ക് പല ആളുകളും വന്നത്. ആ കൊച്ചുകുട്ടികളെയും കൊണ്ടുവന്ന ആ മനുഷ്യന്മാരെ എങ്ങനെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ലെവലേശം കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, വിവരമുണ്ടായിരുന്നുവെങ്കിൽ ഈ കൊച്ചു പൈതലുകളെയും കൊണ്ട് ആ പരിപാടിയിലേക്ക് വരുമായിരുന്നു. അവർ തന്നെ സ്വയം വരുത്തിവെച്ച ദുരന്തം തന്നെയാണത്. എന്നിട്ട് സങ്കടപ്പെട്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വിഷമിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നോക്കു, മരണപ്പെട്ടു പോയവർക്ക് 20 ലക്ഷം രൂപ വിജയ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 20 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. ആ നടനെ ഒന്ന് നേരിട്ട് കണ്ടാൽ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇവർക്ക് എന്ത് ആശ്വാസമാണ് കിട്ടുന്നത്? സമൂഹത്തിനും അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്കും എന്ത് ഗുണമാണ് കിട്ടുന്നത്? യാതൊരുവിധ ഗുണവുമില്ല. ഗുണം മുഴുവനും വിജയ്ക്ക് തന്നെയാണ്. അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു, കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്നു, അതോടൊപ്പം ബിസിനസ് ചെയ്യുന്നു, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. എന്നാൽ നേരെ മറിച്ച് അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണം പോലുമില്ല. എന്നിട്ടും ആ മനുഷ്യന്മാർ ആ നടന് വേണ്ടി ജീവൻ കൊടുക്കുന്നു. എന്തൊരവസ്ഥയാണത്! ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ്. പല ജനങ്ങളും വിജയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഈ വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്തും വിജയ് അതിനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ വാഹനത്തിൽ കയറി വിമാനത്താവളത്തിലേക്ക് പോവുകയാണ്. ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരെ വിജയ് ഒന്ന് കാണാനോ ഒന്നും ചെയ്യാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന, വീട്ടിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച കാണുകയാണ്. അതിനെതിരെ ശക്തമായി കൊണ്ട് തമിഴ് ജനത രംഗത്ത് വരുന്നു. എന്നിട്ട് വീട്ടിൽ പോയതിനു ശേഷം ഞാൻ മാനസികമായി വല്ലാതെ അസ്വസ്ഥനാണ്, എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. പിന്നീട് അതിനുശേഷം ചില വാദങ്ങളുമായി രംഗത്ത് വരുന്നു. ഇതിന് പിന്നിൽ DMK ആണ്, അവർ മനഃപൂർവ്വം അവിടെ ഒരു ദുരന്തമുണ്ടാക്കിയതാണ്, പോലീസ് ലാത്തി വീശിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ആരോപണങ്ങളും മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സ്റ്റാലിൻ എടുത്ത നിലപാട് വളരെയധികം കൃത്യമായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഞാൻ ഇപ്പോൾ ഒന്നും പറയാൻ തയ്യാറല്ല എന്നുള്ള മനോഹരമായ മറുപടി. വിജയുടെ അറസ്റ്റ് തന്നെ ഉടൻ ഉണ്ടായേക്കാമെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തന്നെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ശരി, ഈ ഒരു ദുരന്തത്തിന് കാരണക്കാർ അത് വിജയും അതോടൊപ്പം ഇതുവരെയും നേരം വെളുക്കാത്ത വെട്ടികളായ അവിടെ കൂടി നിന്ന ആ ജനതയുമാണ്. ഇതോടൊപ്പം നിങ്ങളെ ഒരു കാര്യം കൂടി കാണിക്കാം. ഈ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ ഒരു ദുരന്തമുണ്ടായി. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആ നടനെ കാണുവാൻ വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് കുറച്ചാളുകൾ മരണപ്പെട്ടു പോയ ഒരു ദുരന്ത വാർത്ത. അതിനുശേഷം ബാംഗ്ലൂരിൽ RCBയുടെ IPLന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടന്ന ദുരന്തത്തിൽ കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കരൂരിൽ ഇത്തരത്തിൽ വിജയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40ഓളം ആളുകൾ മരണപ്പെട്ടു പോകുന്നു. ഇനി ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ദുരന്തങ്ങൾ ഒരുപക്ഷെ നാളെ നമ്മുടെ കേരളത്തിലും ഉണ്ടായേക്കാം എന്നുള്ളത് നാം ചിന്തിച്ചു വെക്കേണ്ടതുണ്ട്. ഇപ്പോഴേ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക പ്രശസ്ത ഫുട്ബോൾ താരമായ മെസ്സിയെയും ടീമിനെയും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെയുള്ള സർക്കാരും അതോടൊപ്പം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലുമൊക്കെ അതിന്റെ ഭാഗമായിട്ട് പല പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ആ ഫുട്ബോളറിനെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമെന്നോണം നമുക്ക് എല്ലാവർക്കും അറിയാം, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അവിടെ തടിച്ചുകൂടും. കൃത്യമായ സജ്ജീകരണങ്ങളില്ലെങ്കിൽ, കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ട ദുരന്തങ്ങൾ നാളെ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഉണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്.